നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സംഗീത. പ്രധാന വാർത്തകൾ. വട്ടമണ്ണിൽ വനം വകുപ്പ് സ്ഥാപിച്ച കെണിയിൽ പുലിയും കാട്ടുപൂച്ചയും കുരുങ്ങാത്ത സാഹചര്യത്തിൽ കൂട് മാറ്റി സ്ഥാപിച്ചു. വട്ടമണ്ണിനു പിന്നാലെ കോക്കാട്ടും പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടെത്തി. സുഹൃത്തിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ കുളത്തൂപ്പുഴയിൽ കുത്തേറ്റു മരിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകന്റെ മൃതദേഹം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ സംസ്കരിച്ചു. അഞ്ചൽ ആനക്കുളം ഹരിജൻ സർക്കാർ വെൽഫെയർ സ്കൂളിൽ സാമൂഹ്യ വിരുദ്ധ ശല്യം രൂക്ഷമാകുന്നു. സ്കൂളിനകത്തു കടന്ന അക്രമികൾ ഫയലുകളും കമ്പ്യൂട്ടറുകളും തകർത്തു. വാർത്തകൾ വിശദമായി. വട്ടമണ്ണിൽ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ ദിവസങ്ങളായിട്ടും പുലിയോ കാട്ടുപൂച്ചയോ കുടുങ്ങാത്ത സാഹചര്യത്തിൽ കൂട് മറ്റൊരിടത്തേക്ക് മാറ്റി സ്ഥാപിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലും പ്രദേശത്ത് പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടതിനാൽ ജനങ്ങൾ ഭീതിയിൽ തന്നെയാണ്. കാട്ടുപൂച്ചയാണ് പ്രദേശത്തുള്ളതെങ്കിൽ പിടികൂടുക എന്ന ലക്ഷ്യത്തോടെയാണ് പുലിക്കൂട്ടിൽ കോഴിയെ വനംവകുപ്പ് അധികൃതർ ഇട്ടിരുന്നത്. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കോഴിയെ പിടികൂടാൻ ഒരു ജീവിയും എത്തിയില്ല. ഇതോടെ കാട്ടുപൂച്ചയല്ല പുലി തന്നെയാവാം ഇവിടെയുള്ളത് എന്ന നിഗമനത്തിലേക്കാണ് എത്തുന്നത്. പുലി കുടുങ്ങാത്ത സാഹചര്യത്തിലാണ് കൂട് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കാൻ വനംവകുപ്പ് അധികൃതർ തയ്യാറായത്. തിങ്കളാഴ്ച 3 മണിയോടെ കൂട് മാറ്റി സ്ഥാപിച്ചു. വഴി സൌകര്യമില്ലാത്തതിനാൽ ഏറെ പണിപ്പെട്ടാണ് നാട്ടുകാരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്ന് കൂട് മാറ്റി സ്ഥാപിച്ചത്. എന്നാൽ പുലി ഈ പ്രദേശത്തല്ലെന്നും കൂട് ഇവിടെ സ്ഥാപിക്കരുതെന്നും ആവശ്യപ്പെട്ട ചിലർ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി തർക്കത്തിലായി. കഴിഞ്ഞ ദിവസങ്ങളിലും പ്രദേശത്ത് പലയിടത്തും പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടിരുന്നു. പുലിക്കൂട്ടിലിട്ടിരുന്ന കോഴിയെ മാറ്റി പകരം ഇപ്പോൾ നായയെ കൂട്ടിലിട്ടിരിക്കുകയാണ്. ഇപ്പോൾ കൂട് സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലത്തു നിന്ന് പുലിയെ പിടികൂടാൻ സാധിച്ചില്ലെങ്കിൽ വട്ടമൺ പ്രദേശത്തെ മറ്റൊരു സ്ഥലത്തേക്ക് കൂട് വീണ്ടും മാറ്റി സ്ഥാപിക്കുമെന്നും ജനങ്ങളുടെ ഭീതി പൂർണ്ണമായി മാറിയതിനു ശേഷമേ പുലിക്കൂട് തിരികെ കൊണ്ടുപോവുകയുള്ളൂ എന്നും അഞ്ചൽ റേഞ്ച് ഓഫീസർ ഡി സുഭാഷ് ലൈവ് വാർത്തയോട് പറഞ്ഞു. ഒരു 2-3 ദിവസം നമുക്കത് വെച്ച് വെയിറ്റ് ചെയ്താൽ പുലി ഈ വഴി വന്നില്ല, പുലിയുടെ സാമൂഹ്യം മറ്റെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഈ കൂട് അങ്ങോട്ടേക്ക് മാറ്റുന്നതാണ്. മാറ്റി വീണ്ടും അവിടെ സ്ഥാപിച്ച് വെയിറ്റ് ചെയ്യാം. എന്തായാലും ഈ നാട്ടിലെ ജനങ്ങളുടെ ഭീതി അകറ്റിയിട്ട് മാത്രമേ ഈ കൂട് ഡിപ്പാർട്ട്മെന്റ് തിരിച്ചു കൊണ്ടുപോകൂ. മാത്രമല്ല ഇതെന്താണെന്നുള്ളത് വ്യക്തമാക്കിയ ശേഷം മാത്രമേ ഈ കൂടിന് ഇവിടുന്ന് ഞങ്ങൾ തിരിച്ച് ചെന്തുരുണി വൈലീഫിലേക്ക് കൊണ്ടുപോകുകയുള്ളൂ. ജനങ്ങളുടെ ഭീതി മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യമുള്ളത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. വട്ടമണ്ണിനു പിന്നാലെ കോക്കാടും പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടെത്തി. കോക്കാട് പള്ളിമല പള്ളിക്കിഴക്കേതിൽ അർജുനന്റെ വീട്ടുമുറ്റത്താണ് പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടെത്തിയത്. 3 ദിവസമായി നിരവധി കാൽപ്പാടുകളാണ് ഇവിടെ കാണപ്പെട്ടത്. വലുതും ചെറുതുമായ കാൽപ്പാടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഒന്നിലേറെ പുലികൾ രാത്രി പ്രദേശത്ത് വിഹരിക്കുന്നതായാണ് സംശയം. 3 സ്ത്രീകളും അർജുനനും മാത്രമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. വട്ടമൺ പ്രദേശം പുലിപ്പേടിയിലായതോടെയാണ് അധികം ദൂരെയല്ലാത്ത കോക്കാട് വീട്ടുമുറ്റത്ത് കണ്ടെത്തിയ അസ്വാഭാവികമായ കാൽപ്പാടുകൾ സംശയമുണർത്തുന്നത്. ഇന്ന് രാവിലെ മുതലാണ് ഇത് കാണുന്നത്. വലിയ നമ്മുടെ ഇവിടെ കാണുന്ന മൃഗങ്ങളുടെ പട്ടിയുടെ പൂച്ചയുടെ ഒന്നും കാൽപ്പാടുകളല്ല ഇത് വേറെ എന്തോ ജീവികളുടെ, നമുക്കറിയത്തില്ല ഏതിൻ്റെയാണെന്നുള്ള അറിയത്തില്ല. ഇനി പുലിയാണോ എന്തോന്നുള്ള കാര്യം അറിയത്തില്ല. 3-4 ദിവസത്തേക്ക് മുമ്പ് ഇതോണക്ക് കാൽപ്പാടുകളുണ്ടായിരുന്നു. നമ്മളത് ശ്രദ്ധിച്ചില്ല. അത് വേറെ ഏതെങ്കിലും പട്ടിയുടെയോ ഒക്കെയാണെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ഇത് 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഇന്ന് രാവിലെ ഇറങ്ങിയപ്പോഴാണ് ഇത് കാണുന്നത്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. സുഹൃത്തിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ കുളത്തൂപ്പുഴയിൽ കുത്തേറ്റ് മരിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകന്റെ മൃതദേഹം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ സംസ്കരിച്ചു. കൂവക്കാട് സ്വദേശി സിബിൻ ബാബുവാണ് മരിച്ചത്. സ്ഥലവാസിയായ പ്രതി വിനോദ് ഒളിവിലാണ്. ശനിയാഴ്ച രാത്രി 9-ന് കുളത്തൂപ്പുഴ ഏഴംകുളം ലക്ഷം വീട് കോളനിക്ക് സമീപത്ത് വെച്ചാണ് ഡിവൈഎഫ്ഐ കുളത്തൂപ്പുഴ മേഖലാ കമ്മിറ്റി അംഗം 23-കാരനായ സിബിൻ ബാബുവിന് കുത്തേറ്റത്. കൂവക്കാട്ടെ സിബിൻ ബാബുവിന്റെ വീട്ടിൽ നിന്നും ഏഴംകുളം ലക്ഷം വീട് കോളനിക്ക് സമീപത്തെ ഭാര്യ വീട്ടിലെത്തിയപ്പോഴായിരുന്നു സംഭവം. സിബിന്റെ സുഹൃത്ത് സുജിത്തിനാണ് ആദ്യം കുത്തേറ്റത്. സ്ഥലവാസിയായ സുജിത്തും സിബിനും മുൻപേ പരിചയക്കാരാണ്. ശനിയാഴ്ച രാത്രി ഇരുവരും റോഡ് വക്കിൽ സംസാരിച്ചു നിന്ന ശേഷം പിരിഞ്ഞു. ഇതിനിടെ സുജിത്തും സ്ഥലവാസിയായ വിനോദും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. തർക്കം മൂത്ത് വിനോദ് സുജിത്തിനെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. സുഹൃത്ത് സുജിത്തിന്റെ നിലവിളി കേട്ട് സുബിൻ ബാബു രക്ഷിക്കാനെത്തിയപ്പോൾ വിനോദ് സിബിനെയും കുത്തുകയായിരുന്നു. ഇടതുനെഞ്ചിൽ ആഴത്തിൽ കുത്തേറ്റ സിബിൻ ബാബു സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. ഇരുവരെയും കുത്തിയ ശേഷം വിനോദ് കാട്ടിലേക്ക് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. സ്ഥലവാസികൾ ചേർന്ന് സുജിത്തിനെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. സുജിത്ത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തുടരുകയാണ്. കൂവക്കാട് പള്ളംപെട്ടി കിഴക്കടുത്ത് പുത്തൻ വീട്ടിൽ സാബു ഓമന ദമ്പതികളുടെ ഏക മകനാണ് സിബിൻ.
വിനീതയാണ് ഭാര്യ. സംഭവശേഷം കാട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ട പ്രതി കുളത്തൂപ്പുഴ ഏഴംകുളം ലക്ഷംവീട് കോളനിയിൽ 26-കാരനായ വിനോദിന് വേണ്ടി സംഭവ സമയം തന്നെ നാട്ടുകാരും പോലീസും ചേർന്ന് തിരച്ചിൽ നടത്തിയെങ്കിലും പിടികൂടാനായില്ല. ഇയാൾക്ക് വേണ്ടി പോലീസ് തിരച്ചിൽ വ്യാപിപ്പിച്ചിട്ടുണ്ട്. ശനിയാഴ്ച രാത്രി അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന സിബിൻ ബാബുവിന്റെ മൃതദേഹം ഞായറാഴ്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. തിങ്കളാഴ്ച രാവിലെ പള്ളംവെട്ടിയിലെ സ്വവസതിയിൽ പൊതുദർശനത്തിന് വെച്ചു. യുവനേതാവിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി പാർട്ടി പ്രവർത്തകരും നാട്ടുകാരുമായി ആയിരങ്ങൾ എത്തിയിരുന്നു. പുനലൂർ എംഎൽഎ അഡ്വക്കേറ്റ് കെ രാജു, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ജയമോഹൻ, സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോർജ് മാത്യു, സിപിഎം അഞ്ചൽ ഏരിയ സെക്രട്ടറി ബാബു പണിക്കർ തുടങ്ങി സാമൂഹിക രാഷ്ട്രീയ രംഗത്തുള്ള നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയിരുന്നു. തിങ്കളാഴ്ച ഉച്ചയോടെ കുളത്തൂപ്പുഴ കത്തോലിക്ക പള്ളി സെമിത്തേരിയിലായിരുന്നു സംസ്കാരം. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. അഞ്ചലിലും ചടയമംഗലത്തും റോഡ് പുറമ്പോക്കിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് നടപടി തുടങ്ങി. നോട്ടീസ് നൽകിയിട്ടും സ്വയം ഒഴിഞ്ഞുപോകാൻ കൂട്ടാക്കാത്തതിനെ തുടർന്നാണ് നടപടി. ഗ്രാമപഞ്ചായത്ത്, റവന്യൂ, പോലീസ് വകുപ്പുകൾ സംയുക്തമായാണ് ഒഴിപ്പിക്കൽ തുടരുന്നത്. പൊതുമരാമത്ത് വകുപ്പിന്റെ അഞ്ചൽ, ചടയമംഗലം സെക്ഷൻ പരിധിയിലുള്ള പാതയോരങ്ങളിലെ അനധികൃത കയ്യേറ്റങ്ങളും നിർമ്മാണ പ്രവർത്തനങ്ങളുമാണ് ഉദ്യോഗസ്ഥരിടപെട്ട് ഒഴിപ്പിച്ചു തുടങ്ങിയത്. ആയൂർ കുളത്തൂപ്പുഴ റോഡിലെയും കുളത്തൂപ്പുഴ മടത്തറ റോഡിലെയും കുരിശുമുക്ക് ചുണ്ട റോഡിലെയും കയ്യേറ്റങ്ങളാണ് ഇപ്പോൾ ഒഴിപ്പിക്കുന്നത്. റോഡ് പുറമ്പോക്കുകൾ കയ്യേറി പലയിടത്തും കുടിലുകളും കച്ചവട സ്ഥാപനങ്ങളും സ്ഥാപിച്ചിട്ടുണ്ട്. പലതവണ ആവശ്യപ്പെട്ടിട്ടും ഇവ നീക്കം ചെയ്യാൻ തയ്യാറാവാത്തതിനെ തുടർന്നാണ് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ അതത് ഗ്രാമപഞ്ചായത്തുകളുടെ സഹായത്തോടെ ഒഴിപ്പിക്കൽ നടപടി തുടങ്ങിയത്. സ്വന്തം ചെലവിൽ കയ്യേറ്റങ്ങൾ നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ട് ഉടമകൾക്ക് നൽകിയിരുന്ന നോട്ടീസിന്റെ കാലാവധി മാർച്ച് 31-ന് അവസാനിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ആയൂർ ജംഗ്ഷൻ മുതലുള്ള അനധികൃത നിർമ്മാണങ്ങളും കയ്യേറ്റങ്ങളും നീക്കം ചെയ്തു. ഇടമുളയ്ക്കലിൽ സ്ഥാപിച്ചിരുന്ന സിപിഎം, കോൺഗ്രസ് തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടികളുടെ കൊടിമരങ്ങളും മണ്ഡപങ്ങളും പൊളിച്ചുമാറ്റണമെന്നാവശ്യപ്പെട്ട് ഇതിനകം തന്നെ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ശക്തമായ എതിർപ്പുകൾ ഉയരുമെന്നതിനാൽ ഇവ നേരിടാനുള്ള മുൻകരുതലുകൾ ഒരുക്കിയാണ് ഒഴിപ്പിക്കൽ പുരോഗമിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത്, റവന്യൂ, പോലീസ് വകുപ്പുകളുടെ സഹായത്തോടെ എക്സ്കവേറ്റർ ഉപയോഗിച്ചാണ് കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതെന്ന് പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജ്യോതി ലൈവ് വാർത്തയോട് പറഞ്ഞു. ആയൂർ കുളത്തൂപ്പുഴ റോഡ്, അഞ്ചൽ പുനലൂർ റോഡ്, ആലഞ്ചേരി ഉണ്ടുപുച്ച റോഡ്, നേരൂർ ഇടമൺ റോഡ്, ഈ 4 റോഡാണ് നമ്മൾ ഫസ്റ്റ് ഫേസിൽ എവിക്ഷൻ എടുക്കാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രത്യക്ഷത്തിൽ നമ്മൾ റോഡിൽ വന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് പ്രത്യക്ഷത്തിൽ എൻക്രോച്ച്മെൻ്റ് ഉണ്ടെന്ന് തോന്നുന്ന കാര്യങ്ങൾ മൊത്തം നമ്മൾ കൊടുക്കുക. അതല്ലാതെ വേറെ പരാതി എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള എൻക്രോച്ച്മെൻറ്റ്സ് നമ്മൾ തഹസീൽദാരുമായിട്ട് ബന്ധപ്പെട്ട് സർവേ നടത്തി എൻക്രോച്ച്മെൻറ്റുകളൊന്ന് ബോധ്യപ്പെടുന്ന സ്ഥലങ്ങൾ, കടകൾ, വീടുകൾ, സ്ഥാപനങ്ങൾ, കുടിതോരണങ്ങൾ, സ്തൂപങ്ങൾ, അതെല്ലാം നമ്മൾ മാറ്റുന്നതാണ്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കുരിയോട്ടുമല ബഫല്ലോ ബ്രീഡിംഗ് ഫാമിൽ കിടാരികൾ ചത്തത് ദഹനക്കേട് മൂലമാണെന്ന് ജില്ലാ പഞ്ചായത്തിന്റെ വിശദീകരണം. ആന്ത്രാക്സ് ബാധയുണ്ടെന്നത് തെറ്റായ പ്രചരണമാണെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ജയമോഹൻ അറിയിച്ചു. കുരിയോട്ടുമലയിലെ ഫാമിൽ ആന്ത്രാക്സ് പടർന്നു പിടിക്കുന്നതായി തെറ്റായി വാർത്ത പ്രചരിച്ച സാഹചര്യത്തിലാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വിശദീകരണം നൽകിയത്. ഫാമിലെ 25 കിടാരികൾക്കും വയർപ്പെരുക്കം അനുഭവപ്പെട്ടുവത്രേ. യഥാർത്ഥ കാരണം തിരിച്ചറിഞ്ഞ് യഥാസമയം ചികിത്സ ലഭ്യമാക്കാതിരുന്നതിനാലാണ് 6 കിടാരികൾ ചത്തത്. ഫാമിലെ മുഴുവൻ പശുക്കൾക്കും കിടാരികൾക്കും മറ്റു മൃഗങ്ങൾക്കും ആന്ത്രാക്സിനെതിരായ കുത്തിവയ്പ് നടത്തിയിരുന്നതായും അധികൃതർ പറയുന്നു. കന്നുകുട്ടികൾ ഇളം പുല്ല് അമിതമായി കഴിച്ചതിനാലുണ്ടായ ദഹനക്കേടാണ് രോഗകാരണമായും മരണകാരണമായും പറയുന്നത്. രക്തസാമ്പിളുകളുടെ പരിശോധനാ ഫലം വന്നതിനു ശേഷം കൂടുതൽ വിവരങ്ങൾ വ്യക്തമാക്കാമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ജയമോഹൻ പറഞ്ഞു. കുരിയോട്ടുമല ബഫല്ലോ ഫാമിനെതിരായ പ്രചരണത്തിന് പിന്നിൽ തമിഴ്നാട് ആസ്ഥാനമായുള്ള കുത്തക ക്ഷീരലോബിയുടെ ഇടപെടൽ ഉണ്ടെന്ന സംശയത്തിലാണ് ഒരു വിഭാഗം. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കാല് കിട്ടിയതിനെ തുടർന്ന് വിദ്യാർത്ഥികൾ പുനലൂർ പോലീസിന് കൈമാറിയ പണത്തിന് ഉടമയെത്തി. വിദ്യാർത്ഥികളുടെ സാന്നിധ്യത്തിൽ പോലീസ് പണം ഉടമയ്ക്ക് കൈമാറി. സത്യസന്ധരായ വിദ്യാർത്ഥികൾക്ക് പോലീസിന്റെയും പണം ലഭിച്ച ഉടമയുടെയും അഭിനന്ദനം.
കൊല്ലത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും തീവണ്ടി മാർഗം മടങ്ങിയ പുനലൂർ മുരുകൻകോവിൽ പകിടി സ്വദേശികളായ അരുൺ, വിശാഖ് എന്നിവർക്കാണ് വീട്ടിലേക്കുള്ള യാത്രാമധ്യേ പുനലൂർ ഡിവൈഎസ്പി ഓഫീസിന് സമീപത്ത് നിന്നും 32,500 രൂപ കളഞ്ഞു കിട്ടിയത്. ശനിയാഴ്ച വൈകിട്ടായിരുന്നു ഇത്. ഇവർ ഉടൻ തന്നെ പണം പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു. വിവരം ലൈവ് വാർത്തയിലൂടെ സംപ്രേഷണവും ചെയ്തു. വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പണം നഷ്ടപ്പെട്ട ചെമ്മന്തൂർ കളത്തറയിൽ ജോൺ തുകയും മറ്റ് വിവരങ്ങളും വ്യക്തമാക്കി പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടു. തുടർന്ന് ഞായറാഴ്ച രാവിലെ പണം കളഞ്ഞു കിട്ടിയ വിദ്യാർത്ഥികളുടെ സാന്നിധ്യത്തിലാണ് ഇത് ഉടമയ്ക്ക് പോലീസ് കൈമാറിയത്. തെളിവുകൾ ഹാജരാക്കിയിട്ട് അതിനുശേഷം കുട്ടിയുടെ നേതൃത്വത്തിൽ എന്നെ വിളിച്ച് കുട്ടികളുമായിട്ട് സംസാരിക്കും. കുട്ടികളുടെ സത്യസന്ധതയിലുള്ള സന്തോഷം തോന്നുകയും ചെയ്യുന്നു. കുട്ടികളെ എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല. ചെറിയ മഴയൊക്കെ രണ്ടാമത്തോളം ലോട്ടറി ഞങ്ങൾ നോക്കിയത് അതിലെടുത്ത് നല്ല കട്ടിയുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ ഞങ്ങൾ വീണ് കിട്ടിയ പണം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ഉടമയ്ക്ക് ലഭ്യമാക്കിയ വിദ്യാർത്ഥികളെ പോലീസും ഉടമയും അഭിനന്ദിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. അഞ്ചൽ ആനക്കുളം ഹരിജൻ സർക്കാർ വെൽഫെയർ സ്കൂളിൽ സാമൂഹ്യവിരുദ്ധ ശല്യം രൂക്ഷമാകുന്നു. സ്കൂളിനകത്ത് കടന്ന അക്രമികൾ ഫയലും കമ്പ്യൂട്ടറുകളും തകർത്ത നിലയിലാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ജനപ്രതിനിധികൾ കഴിഞ്ഞ ദിവസം സ്കൂൾ സന്ദർശിച്ചു. നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന ആനക്കുളം ഹരിജൻ വെൽഫെയർ സ്കൂളിലാണ് സാമൂഹിക വിരുദ്ധരുടെ ശല്യം രൂക്ഷമായത്. സ്കൂളിലെ കതകുകൾ കുത്തിത്തുറന്ന് അക്രമികൾ സ്കൂളിൽ കടക്കുന്നത് പതിവാണ്. ഓഫീസിനുള്ളിലെ ലാപ്ടോപ്പും കമ്പ്യൂട്ടറും വിവിധ ഫയലുകളും അകത്തു കടന്ന സാമൂഹിക വിരുദ്ധർ കഴിഞ്ഞ ദിവസം നശിപ്പിച്ചിരുന്നു. സംഭവമറിഞ്ഞ് ഗ്രാമപഞ്ചായത്ത് അധികൃതരും ജനപ്രതിനിധികളും സ്ഥലം സന്ദർശിച്ചു. സ്കൂളിലെത്തിയ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളോട് സാമൂഹിക വിരുദ്ധർ സൃഷ്ടിക്കുന്ന ദുരിതങ്ങളെക്കുറിച്ച് സമീപവാസികൾ പരാതിപ്പെട്ടു. സമീപവാസികളുടെ പ്രതികരണം ഇങ്ങനെയാണ്. ഞങ്ങളുടെ ഈ സ്കൂളിന് വേണ്ടി ഞങ്ങൾ പരമാവധി എന്ത് ചെയ്യാണെന്ന് ഞങ്ങൾ ചെയ്യും. ഞങ്ങൾ പ്രതിഷേധിക്കുന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഈ സ്കൂൾ ഇന്ന് ഇതേ രീതി നല്ല ഉയർന്ന നിലവാരത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഈ സ്കൂളാണ്. ഈ സ്കൂളിനെ യാതൊരു വിധത്തിലും തകർക്കാനായിട്ട് ഞങ്ങൾ അനുവദിക്കുന്നതല്ല. മോഷണമല്ല, മോഷണത്തിനുള്ളതല്ല, അല്ലാതെ എന്തിനു വേണ്ടി ഇത് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ഒന്ന് തീർത്തറിഞ്ഞാൽ കൊള്ളാം. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ പ്രദേശവാസികളും ഞങ്ങളുടെ കുഞ്ഞുങ്ങളും എല്ലാം പഠിച്ചൊരു സ്കൂളായി. നാലാം തവണയാണ് സ്കൂളിൽ സാമൂഹിക വിരുദ്ധർ വലിയ തോതിൽ നാശങ്ങൾ സൃഷ്ടിക്കുന്നത്. സമീപവാസികൾ ചിലരാണ് പിന്നിൽ പ്രവർത്തിക്കുന്നത്. സ്കൂളിന്റെ പ്രവർത്തനം ഇല്ലാതാക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. സ്കൂൾ തകർക്കാനുള്ള ചില ആളുകളുടെ ശ്രമമായാണ് ഇതിനെ കാണേണ്ടതെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം ബിജു ലൈവ് വാർത്തയോട് പറഞ്ഞു. സ്കൂൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് പലർക്കും അസൌകര്യമുണ്ടെന്നും ആക്ഷേപമുണ്ട്. സാമൂഹിക വിരുദ്ധരെ അമർച്ച ചെയ്യാൻ പോലീസിനും പൊതുജനങ്ങൾക്കുമൊപ്പം ഗ്രാമപഞ്ചായത്തിന്റെ പിന്തുണ ഉണ്ടാകുമെന്ന് സ്ഥലം സന്ദർശിച്ച ആലേമൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനി ജോയിയും വൈസ് പ്രസിഡന്റ് വെയ്സൽ ഉമ്മൻ ജോർജും സ്ഥലവാസികൾക്ക് ഉറപ്പ് നൽകി. പഞ്ചായത്തിന്റെ ഞങ്ങൾ ജനപ്രതിനിധികൾ ഒറ്റക്കെട്ടായി നിന്ന് ഈ സ്കൂളിന് നേരെയുള്ള പഞ്ചായത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളിൽ ഏറ്റവും നല്ലതായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്കൂളാണ് ആനക്കുളം സ്കൂൾ. നിർധനരായ വളരെയധികം SC കുട്ടികൾ ഉൾപ്പെടെ പഠിക്കുന്ന സ്കൂളിന്റെ ഒരുപക്ഷെ സ്കൂളിനെ നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ആയിരിക്കാം ഈ പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ നടക്കുന്നത് എന്നൊരു സംശയം നാട്ടുകാർക്കുള്ളതുപോലെ ഞങ്ങൾക്കുമുണ്ട്. അത് തടയിടേണ്ടത് അത്യാവശ്യമാണ്. അതിനുള്ള എല്ലാ സഹായങ്ങളും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും പോലീസ് അധികാരികളോട് ഞങ്ങൾ ആവശ്യപ്പെടുകയും അവരത് ഉറപ്പു തരികയും ചെയ്തിട്ടുണ്ട്. ഈ സ്കൂളിനെ മനഃപൂർവ്വം തകർക്കാൻ ആരോ വൈരാഗ്യബുദ്ധിയോടെ പ്രവർത്തിക്കുന്ന രീതിയിലാണ് നാലാമത്തെ പ്രാവശ്യവും ഇവിടെ ഈ അക്രമങ്ങൾ കാണിച്ചത്. അത് ആരാണെന്നുള്ളത് അധികാരികൾ കണ്ടുപിടിച്ചു. അതിനകത്ത് നാട്ടുകാരുടെ കൂടെ ഞങ്ങളെല്ലാം ഒത്തൊരുമിച്ച് നിന്ന് അതിനുവേണ്ടി ഏതറ്റം വരെ ഇനി ഇത് ഇവിടെ ആവർത്തിക്കും. സംഭവം അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും രാത്രികാല പട്രോളിംഗ് ശക്തമാക്കുമെന്നും ഏരൂർ SI ഷിജി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പുനലൂർ നഗരസഭാ പ്രദേശത്തെ പ്രധാന കവലകളിൽ മാലിന്യം കുന്നുകൂടിയിട്ടും കൃത്യമായി നീക്കം ചെയ്യാൻ നടപടിയായിട്ടില്ല. ക്ലീനിംഗ് വിഭാഗത്തിന്റെ വാഹനം തകരാറിലായതിനെ തുടർന്നാണ് മാലിന്യ നീക്കം നിലച്ചതെന്നാണ് ബന്ധപ്പെട്ടവരുടെ വിശദീകരണം.
KSRTC ജംഗ്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ അടക്കമുള്ള പ്രധാന കവലകളിലാണ് പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങളും മറ്റു മാലിന്യങ്ങളും റോഡരികിൽ കുന്നുകൂടുന്നത്. ഇത് കൃത്യമായി നീക്കം ചെയ്യാൻ ബന്ധപ്പെട്ടവർ ശ്രമം നടത്താറുമില്ല. വേനൽ മഴ കനത്തതോടെ മാലിന്യം ജലാശയങ്ങളിലേക്കും മറ്റും ഒഴുകി പരക്കുന്നുണ്ട്. മാലിന്യ നിർമ്മാർജ്ജനത്തിനായി നഗരസഭ ലക്ഷങ്ങളാണ് ചെലവാക്കുന്നത്. എന്നാൽ പല ഭാഗത്തെയും മാലിന്യങ്ങൾ ഇപ്പോഴും കുന്നുകൂടി കിടക്കുകയാണ്. മാലിന്യം നീക്കാൻ നഗരസഭ ക്ലീനിംഗ് വിഭാഗം ജീവനക്കാർക്കൊപ്പം ഡോക്കോ ക്ലീനിംഗ് യൂണിറ്റും പുനലൂരിൽ പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ ഇവരുടെ വാഹനം തകരാറിലായതാണ് മാലിന്യ നീക്കം നിലയ്ക്കാനിടയാക്കിയതെന്നാണ് ബന്ധപ്പെട്ടവരുടെ വിശദീകരണം. നഗരത്തിൽ കുന്നുകൂടുന്ന മാലിന്യം അതത് ദിവസങ്ങളിൽ നീക്കം ചെയ്യാൻ നഗരസഭാ അധികാരികൾ ശ്രദ്ധിക്കണമെന്ന് കോൺഗ്രസ് നേതാവ് G. ജയപ്രകാശ് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന നടപടികൾ കൃത്യമായി നടക്കാത്തതിനെ തുടർന്ന് നഗരസഭാ പ്രദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിലും മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുകയാണ്. ഇത് നീക്കം ചെയ്യുന്നതിന് നഗരസഭയുടെ ഭാഗത്തുനിന്ന് അടിയന്തര നടപടി ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. കാരണം പുനലൂർ പട്ടണത്തിൽ ഡോക്കോ ക്ലീനിംഗ് യൂണിറ്റ് അടക്കം വളരെ ആസൂത്രിതമായ മാലിന്യ സംസ്കരണ പദ്ധതികൾ ആവിഷ്കരിച്ചെങ്കിലും നഗരസഭയുടെ ഭാഗത്തുള്ള അലംഭാവം കൊണ്ട് ഈ പദ്ധതികളൊന്നും കാര്യക്ഷമമായി നടപ്പിലാക്കാൻ കഴിയുന്നില്ല. പ്ലാച്ചേരിലൊരു മാലിന്യ സംസ്കരണ യൂണിറ്റ് യഥാസമയം പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. ഇവിടുത്തെ ഡോക്കോ യൂണിറ്റിന്റെ തന്നെ വാഹനം കംപ്ലൈന്റ് ആയതിനെ തുടർന്ന് മാലിന്യം നീക്കം ചെയ്യുന്ന നടപടികൾ കൃത്യമായി നടപ്പിലാക്കാൻ കഴിയുന്നില്ല. നഗരസഭ ഓഫീസിന്റെ സമീപ പ്രദേശങ്ങളിൽ വരെ മാലിന്യം കുന്നുകൂടി കിടക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പട്ടാഴി കാട്ടാമലയിലെ പാറഖനനം പൂക്കുന്നിമല കുടിവെള്ള പദ്ധതിയുടെ പ്ലാന്റിനെ ബാധിക്കുന്നത് സംബന്ധിച്ച് പഠിക്കാൻ ഹൈക്കോടതി നിയോഗിച്ച സംഘം പരിശോധന തുടരുന്നു. പരീക്ഷണ സ്ഫോടനങ്ങൾ നടത്തി സംഘം റിപ്പോർട്ട് തയ്യാറാക്കി. സൂറത്ത് IITയിലെ വിദഗ്ധരായ പ്രൊഫസർ VR ശാസ്ത്രി, സരേംഗ്, മഹേഷ് എന്നിവരാണ് പരിശോധന നടത്തുന്നത്. 3 ദിവസം കാട്ടാമലയിൽ ചെലവഴിച്ച് പരീക്ഷണ സ്ഫോടനങ്ങൾ നടത്തിയാണ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. 2 ഘട്ടങ്ങളായി 5 സ്ഫോടനങ്ങൾ നടത്തി സംഘം റിപ്പോർട്ട് തയ്യാറാക്കും. സ്ഫോടന സമയങ്ങളിൽ പ്ലാന്റിന്റെ വിവിധ ഭാഗങ്ങളിൽ വൈബ്രേഷൻ മെഷർമെന്റ് യൂണിറ്റുകൾ സ്ഥാപിച്ച് തീവ്രത അളക്കുകയും ചെയ്യും. പാറഖനനം തുടങ്ങുന്ന സ്ഥലത്തിന്റെ 207 മീറ്റർ അകലെയാണ് പൂക്കുന്നിമല കുടിവെള്ള പദ്ധതിയുടെ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ 70 മീറ്റർ മാത്രമാണ് പ്ലാന്റും പാറഖനനം നടക്കുന്ന സ്ഥലവും തമ്മിലുള്ള ദൂരമെന്ന് പഞ്ചായത്ത് പറയുന്നു. പട്ടാഴി, വടക്കേക്കര, മൈലം തുടങ്ങിയ പഞ്ചായത്തുകളിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് പൂക്കുന്നിമല പദ്ധതി. ഇതിനു സമീപം 3 വർഷം മുമ്പാണ് കണ്ണനല്ലൂർ സ്വദേശികളായ ബിജിലാലും സോമരാജനും 12 ഏക്കർ 82 സെന്റ് സ്ഥലം വാങ്ങി പട്ടാഴി പഞ്ചായത്തിൽ ഖനനാനുമതി തേടിയത്. പഞ്ചായത്ത് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് സ്ഥല ഉടമകൾ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. സിംഗിൾ ബെഞ്ച് വിധി ക്വാറി ഉടമയ്ക്ക് അനുകൂലമായിരുന്നു. ഇതേ തുടർന്ന് പഞ്ചായത്ത് ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകുകയും വാട്ടർ അതോറിറ്റി കേസിൽ കക്ഷി ചേരുകയും ചെയ്തു. ഇതേ തുടർന്നാണ് പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ IIT സംഘത്തെ ചുമതലപ്പെടുത്തിയത്. ഈ പാറയ്ക്കകത്തുനിന്ന് ടാങ്കുമായിട്ട് 210 മീറ്റർ ദൂരമാണ്. അത് അളന്നതിന്റെ ജിയോളജിയുടെ പേപ്പറുണ്ട്, പൊല്യൂഷന്റെ ഉണ്ട്, പഞ്ചായത്തിന്റെ ഉണ്ട്, തഹസീൽദാർ ഉണ്ട്, വില്ലേജിന്റെ ഉണ്ട്. സർവ്വ പേപ്പറുകൾ റെക്കോർഡുകളുണ്ട്. ഗവൺമെന്റ് നിയമപ്രകാരം നമ്മൾ ടാക്സ് അടച്ച് 9 പേപ്പറുകൾ നമ്മളതിലുണ്ട്. ഈ 9 പേപ്പറും കൂടാണ് പഞ്ചായത്ത് കൊണ്ടുവച്ച് ഈ പാറ, നമുക്കൊരു യൂണിറ്റ് ഉണ്ട്, കർഷക യൂണിറ്റ്, അതിനുവേണ്ടി ഇത് എടുക്കാനായിട്ട് നമ്മൾ കൊണ്ടുവച്ചത്. അപ്പം ഈ ടാങ്കും പാറയായിട്ട് 50 മീറ്റർ അകലെ ഉള്ളെന്നും പറഞ്ഞാൽ പഞ്ചായത്ത് നമുക്ക് ലൈസൻസ് തരാഞ്ഞത്. അപ്പോൾ തരാഞ്ഞപ്പോൾ അതിനെതിരെ നമ്മൾ ട്രൈബ്യൂണലിൽ പോയി അതിന് അനുകൂലമായിട്ട് വിധി കിട്ടി. ഹൈക്കോടതി വിധിയുണ്ട്. ഹൈക്കോടതി വിധിക്കെതിരെ അവരിപ്പം സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോയി. ഡിവിഷൻ ബെഞ്ചിന്റെ വിധി അനുസരിച്ചാണ് ഇപ്പം ഈ ആന്ധ്ര NIT വന്നിവിടെ പഠനം നടത്തുന്നതും പാറ പൊട്ടിക്കാൻ ഒരുങ്ങുന്നതും. ഇത് പൊട്ടിച്ചാൽ ടാങ്ക് കയറുമെന്നാണ് പഞ്ചായത്തും വാട്ടർ അതോറിറ്റിയും പറയുന്നത്. അപ്പോൾ അതിന്റെ ഫസ്റ്റ് ടെസ്റ്റാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ഇന്നിപ്പോൾ ടാങ്ക് തകരുവോ എന്താന്നുള്ള കാര്യം നമുക്കിപ്പോൾ ഈ പൊട്ടിച്ച് കഴിയുമ്പോൾ അറിയാം. എന്നിട്ട് ഈ റിപ്പോർട്ട് കോടതിയിൽ പോയിട്ട് കോടതി തീരുമാനിക്കട്ടെ. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഇന്ത്യൻ പ്രൈഡ് ഫൗണ്ടേഷന്റെയും പേപ്പർ മിൽ ഈസ്റ്റ് റെസിഡൻഷ്യൽ അസോസിയേഷന്റെയും നേതൃത്വത്തിൽ നിർധന വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. പുനലൂർ കല്ലുമലയിലായിരുന്നു പരിപാടി. 75 നിർധന വിദ്യാർത്ഥികൾക്കാണ് ഇന്ത്യൻ പ്രൈഡ് ഫൗണ്ടേഷനും പേപ്പർ മിൽ ഈസ്റ്റ് റെസിഡൻഷ്യൽ അസോസിയേഷനും ചേർന്ന് പഠനോപകരണങ്ങൾ ലഭ്യമാക്കിയത്. ബാഗ്, കുട, നോട്ട്ബുക്ക്, ടിഫിൻ ബോക്സ് അടക്കം ഒരു അധ്യയന വർഷത്തേക്കുള്ള മുഴുവൻ പഠനോപകരണങ്ങളുടെയും കിറ്റുകളാണ് വിതരണം ചെയ്തത്. പുനലൂർ കല്ലുമലയിൽ നടന്ന ചടങ്ങ് ഇന്ത്യൻ പ്രൈഡ് ഫൗണ്ടേഷൻ പ്രസിഡന്റ് ജോൺസൺ റാഫേൽ ഉദ്ഘാടനം ചെയ്തു. ഈ പൈസ കൊണ്ട് സഹായം ചെയ്യുന്ന അല്ലാതെ തന്നെ ഫിസിക്കലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ഒരു ഫിസിക്കൽ ഹെൽപ്പ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ പൈസ ഓട്ടോമാറ്റിക് വരും എന്നെനിക്കറിയാം. കൂടുതൽ എത്ര ഓടുന്നു അത്രയും മറ്റുള്ളവർ ഹെൽപ്പ് ചെയ്യും. പൈസ വാങ്ങാതെ തന്നെ സ്കൂൾ അക്സസറീസ് വാങ്ങിയാണ് ഞങ്ങൾ ഇതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. ഫൗണ്ടേഷൻ കേരള ഘടകം ചീഫ് കോർഡിനേറ്റർ റോയ് മാത്യു, ഫൗണ്ടേഷൻ സെക്രട്ടറി മിനി ജോൺസൺ, ട്രഷറർ ഷാജി, ഫെഡറൽ ബാങ്ക് മാനേജർ MJ ബാബു, പാസ്റ്റർ അജി തോമസ്, പോൾ ആന്റണി തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.
സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള കുളത്തൂപ്പുഴ ടെക്നിക്കൽ ഹൈസ്കൂളിലെ 2014-15 വർഷത്തേക്കുള്ള അഡ്മിഷൻ നടപടികൾ ആരംഭിച്ചു. അപേക്ഷാ ഫോറം സ്കൂളിൽ നിന്ന് ലഭിക്കും. പൂരിപ്പിച്ച അപേക്ഷ മെയ് 5 4 മണിക്ക് മുമ്പായി സ്കൂളിൽ സമർപ്പിക്കണം. സംസ്ഥാനത്തെ 39 ടെക്നിക്കൽ ഹൈസ്കൂളുകളിലേക്ക് സർക്കാർ നടത്തുന്ന പ്രവേശന പരീക്ഷ വിജയിക്കുന്നവർക്കാണ് പ്രവേശനം ലഭിക്കുന്നത്. കുളത്തൂപ്പുഴ ടെക്നിക്കൽ സ്കൂളിൽ 60 സീറ്റാണ് ഉള്ളത്. 7ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് അപേക്ഷിക്കാം. മെയ് 7 രാവിലെ 10 മുതൽ 11:30 വരെയാണ് പരീക്ഷ. മെയ് 8-നാണ് ഫലപ്രഖ്യാപനം. മെയ് 14-ന് അഡ്മിഷൻ ആരംഭിക്കും. പൊതുപ്രവേശന പരീക്ഷ 7/5/2014 10 മണിക്ക് നടത്തുന്നതാണ്. ഫലപ്രസിദ്ധീകരണം അന്നേ ദിവസം തന്നെ 4 മണിക്കും. പരാതികൾ സ്വീകരിക്കുന്ന അവസാന തീയതി അന്നേ ദിവസം തന്നെ 5 മണിക്കും മുമ്പായിട്ടാണ്. ലിസ്റ്റുകൾ തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ ലിസ്റ്റുകൾ 8/5/2014 3 മണിക്ക് പ്രസിദ്ധീകരിക്കും. അപ്പോൾ ടെക്നിക്കൽ ഹൈസ്കൂളിൻ്റെ സിലബസ് പ്രകാരം കഴിഞ്ഞ വർഷം മുതൽ അത് ഇംഗ്ലീഷ് മീഡിയമായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് മുന്നേയൊക്കെ മലയാളം മീഡിയമായിരുന്നു. ഇപ്പം ടീച്ചിങ് മീഡിയയും ടെക്സ്റ്റുകളും എല്ലാം ഇംഗ്ലീഷ് മീഡിയത്തിൽ തന്നെയാണ് ഇപ്പോൾ പഠിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. പുനലൂർ ഭരണിക്കാവ് കുരുമ്പേലിൽ വീട്ടിൽ പ്രൊഫസർ SD മോഹൻ നിര്യാതനായി. കിരൺ, വരുൺ എന്നിവർ മക്കളാണ്. പമ്പ കിരൺ മരുമകളാണ്. ശവസംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 11-ന് വീട്ടുവളപ്പിൽ നടക്കും. പ്രധാന വാർത്തകൾ വട്ടമണ്ണിൽ വനം വകുപ്പ് സ്ഥാപിച്ച കെണിയിൽ പുലിയും കാട്ടുപൂച്ചയും കുരുങ്ങാത്ത സാഹചര്യത്തിൽ കൂട് മാറ്റി സ്ഥാപിച്ചു. വട്ടമണ്ണിനു പിന്നാലെ കോക്കാട്ടും പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടെത്തി. സുഹൃത്തിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ കുളത്തൂപ്പുഴയിൽ കുത്തേറ്റു മരിച്ച DYFI പ്രവർത്തകന്റെ മൃതദേഹം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ സംസ്കരിച്ചു. അഞ്ചൽ ആനക്കുളം ഹരിജൻ സർക്കാർ വെൽഫെയർ സ്കൂളിൽ സാമൂഹ്യ വിരുദ്ധ ശല്യം രൂക്ഷമാകുന്നു. സ്കൂളിനകത്തു കടന്ന അക്രമികൾ ഫയലുകളും കമ്പ്യൂട്ടറുകളും തകർത്തു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevartha.com സന്ദർശിക്കുക. നമസ്കാരം.